എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൽ ക്രിസ്മസ് എക്സാമിൻ്റെ 6ാം ക്ലാസ്സിലെ പ്ലേലിസ്റ്റ് പ്രത്യേകമായിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാം. കേരള പാഠാവലി ക്ലാസ് 6 കേരള പാഠാവലി ക്രിസ്മസ് എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. വരാവുന്ന മോഡലെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പാഠത്തിലൂടെ ഒന്ന് ജസ്റ്റ് പോവുകയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഥാപാത്ര നിരൂപണം, അതേപോലെ തന്നെ വിളംബരം, നിവേദനം, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രീവിയസ് ആണ്, കഴിഞ്ഞ വർഷങ്ങളായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗത്തിലൊരു ചോദ്യം പരിചയപ്പെടാം. കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുത്. കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുത് എന്ന് വൃദ്ധ പറയുന്നതിൻ്റെ പൊരുളെന്ത്? അപ്പോൾ ചിത്രശലഭങ്ങൾ എന്ന കവിത നിങ്ങൾക്കറിയാം. 5 മാലാഖമാർ കാട്ടിൽ വർണ്ണച്ചിറകുള്ള ഒരു ചിത്രശലഭം കാട്ടിൽ മാലാഖമാരുടെ അടുത്തേക്ക് പറന്നു വരികയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? മാലാഖമാർ ശലഭത്തെ പിടിക്കാൻ പോവുകയാണ്. പക്ഷേ ശലഭം അവരുടെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. അപ്പോൾ മാലാഖമാർ നിരാശരായി കുറച്ച് സമയം കഴിഞ്ഞ് അവർ വീണ്ടും തിരയുകയാണ്. അപ്പോൾ ആരോ തോഴി എന്ന് വിളിക്കുന്നു. അങ്ങനെ 4ാമത്തെ മാലാഖ തിരിയുന്നു. അവൾ ഒരു പ്രതിമയെ കാണുന്നു. എല്ലാവരും പ്രതിമയ്ക്ക് ചുറ്റും കൂടുന്നു. കൂട്ടുകാരിയെ പോലെ ഇരിക്കുന്ന പ്രതിമയെ അവർ തൊട്ടു നോക്കുന്നു. അപ്പോൾ പ്രതിമയാണെന്ന് മനസ്സിലാക്കി പരിഭ്രമിക്കുന്നു. ഇതാണ് ആ ഭാഗത്തെ സന്ദർഭം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ പൊരുൾ നോക്കാം. അപ്പോൾ വൃദ്ധ വരുന്നുണ്ട്. അപ്പോൾ വൃദ്ധ പറയുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, ശലഭത്തെ കണ്ട് പിന്നാലെ പോയപ്പോഴാണ് മാലാഖമാർക്ക് വഴി തെറ്റിപ്പോയതും കൂട്ടുപിരിഞ്ഞതും വലിയ സങ്കടങ്ങൾ വന്നു ചേർന്നതും അങ്ങനെയാണ്. ശലഭങ്ങൾ പ്രലോഭനങ്ങളാണ്. പ്രലോഭനങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ സ്വയം മറന്നു പോകുന്നു. വർണ്ണപ്പകിട്ടിൽ മയങ്ങി സമയവും നഷ്ടപ്പെടുന്നു. സത്യം വിസ്മരിക്കുന്നു. തുടർന്ന് ചെന്ന് ചാടുന്നത് വലിയ അപകടങ്ങളിലായിരിക്കും. നമ്മൾ ജീവിക്കുന്ന ലോകം പലതര പ്രലോഭനങ്ങളുടേതാണെന്ന് ഓർക്കുക. സിനിമയും പരസ്യങ്ങളുമെല്ലാം ശലഭങ്ങളെ പോലെ കൊതിപ്പിക്കുകയും അപകടത്തിൽ ചാടിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളും പാറിക്കളിക്കാനുള്ളവരാ. പിടിച്ചടച്ച കൂമ്പടഞ്ഞു പോകും. സിംഹത്തിൻ്റെ വായ്ക്കിരയായി പോകും. മാലാഖമാരോട് മുത്തശ്ശി കൊടുത്ത ഈ താക്കീതിൻ്റെ പൊരുൾ വ്യക്തമാക്കുക. ശലഭത്തെ കണ്ട് മാലാഖമാർ അതിൻ്റെ പിന്നാലെ പോകാനൊരുങ്ങി. മുത്തശ്ശി അത് തടയുന്നു. അതിന് കാരണമുണ്ട്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സ്വാതന്ത്ര്യം. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സ്വാതന്ത്ര്യം. അത് നിഷേധിച്ചാൽ അവരുടെ വളർച്ച നശിക്കും. അത് നിഷേധിച്ചാൽ എന്ത് സംഭവിക്കും? അവരുടെ വളർച്ച നശിക്കും. ഇത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ശലഭത്തെ പിടിക്കാൻ പോകുന്ന മാലാഖമാരെ മുത്തശ്ശി വിലക്കിയത്. പറന്ന് നടക്കുന്നതാണ് ശലഭത്തിന് അവകാശപ്പെട്ട സ്വാതന്ത്ര്യം. മാലാഖമാർ അതിനെ പിടിച്ചെടുക്കുന്നതോടെ അവയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നതോടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് സിംഹത്തിൻ്റെ വായിലകപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ താക്കീത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു പാഠഭാഗം, കവിതാഭാഗമാണ് മഞ്ഞുതുള്ളി അല്ലേ? മഞ്ഞുതുള്ളി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഒരു മഞ്ഞുതുള്ളിയെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അത് എഴുതിയത് ആരാണെന്നറിയുമോ? അത് എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. അപ്പോൾ പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് മുത്തുകൾ പോലെ തിളങ്ങുന്ന മഞ്ഞുതുള്ളി ആരെയും ആനന്ദിപ്പിക്കുന്ന കാഴ്ചയാണ്. പുൽനാമ്പുകളിലും ഇലച്ചാർത്തുകളിലും മഴവില്ല് തീർക്കുന്ന മഞ്ഞുതുള്ളിയോട് സ്വർഗത്തിലേക്കാണെങ്കിലും പോകരുതേ എന്ന് അപേക്ഷിക്കുന്നതാണ് നമ്മുടെ പാഠഭാഗം. അപ്പോൾ ആദ്യത്തെ വരി തന്നെ എന്താണ്?
ഭൂമിയിലെ ചെറിയ ചെടികൾ മഞ്ഞുതുള്ളിയോട് അപേക്ഷിക്കുകയാണ്, മഞ്ഞുതുള്ളിയെ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത്. ഇവിടെ നാഗം എന്ന വാക്കിനർത്ഥം സ്വർഗമാണ്. ചിലപ്പോൾ ചോദ്യം വരാം, നാഗം എന്ന പദത്തിനർത്ഥം അല്ലെങ്കിൽ സ്വർഗം എന്ന സ്വർഗത്തിൻ്റെ വേറൊരു പേര് നാഗമാണ്. ഓക്കെ, അങ്ങനെ ഭൂമിയിലുള്ള പുല്ലുകൾ മഞ്ഞുതുള്ളിയെ കൊണ്ട് കിരീടമണിഞ്ഞ റാണിമാരായിട്ട് ശോഭിക്കുകയാണ്. അതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ് പറഞ്ഞതാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, മഞ്ഞുതുള്ളി എങ്ങോട്ട് പോകുന്നു എന്നാണ് കവി പറയുന്നത്. മഞ്ഞുതുള്ളി ഞങ്ങളെ കൈവിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് കവി പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ലോകത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന മഹാന്മാർ മഞ്ഞുതുള്ളികളെ പോലെയാണ്. ഈ പ്രസ്താവന എത്രമാത്രം ശരിയാണ്? വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. സൂര്യപ്രകാശത്തെ തന്നിലേക്ക് സ്വീകരിച്ച് 7 നിറങ്ങളാക്കി മറ്റുള്ളവർക്ക് കാഴ്ച വിരുന്നൊരുക്കുന്ന മഞ്ഞുതുള്ളി നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നു. അല്ലേ? മഞ്ഞുതുള്ളി സൂര്യപ്രകാശത്തെ സ്വയം ആവാഹിച്ച് 7 നിറങ്ങളാക്കി മറ്റുള്ളവർക്ക് ഒരു കാഴ്ച വിസ്മയം തന്നെയാണ് ഒരുക്കുന്നത്. അത് നമ്മുടെ മനസ്സിനും ഒരു കുളിർമയാണ് പകരുന്നത്, കണ്ണിന് ഇമ്പമേറുന്നു. ഒടുവിൽ സൂര്യൻ്റെ ചൂടിലലിഞ്ഞ് ഇല്ലാതാകുന്നു. മഹാന്മാരും ഇതുപോലെയാണ്. ലോക നന്മയ്ക്കായുള്ള മഹത്തായ ദർശനങ്ങൾ സ്വാംശീകരിച്ച് എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക, അനേകം നന്മ പ്രവൃത്തികളായി ലോകത്തിന് പകരുന്നു. താണവരോട് കരുണയും സ്നേഹവും കാണിക്കുന്നു. വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നു. ഒടുവിൽ മഞ്ഞുതുള്ളിയെ പോലെ സത്പ്രവൃത്തിയിൽ അവർ സ്വയം അലിഞ്ഞ് ഇല്ലാതാകുന്നു. ഇവിടെ മഹാന്മാരെയും മഞ്ഞുതുള്ളികളെ പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലെ അടുത്ത പാഠം പരിശ്രമം ചെയ്യുകലെന്തിനേയും, അത് നമുക്കൊന്ന് നോക്കാം. പ്രകാശകിരണങ്ങൾ എന്ന യൂണിറ്റിലെ പരിശ്രമം ചെയ്യുകലെന്തിനേയും ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ജീവിത അനുഭവമാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്, 20 കോടി രൂപ ബംഗാൾ ഉൾക്കടലിൽ തള്ളാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അബ്ദുൽ കലാം നേതൃത്വം നൽകിയ SLV3 പദ്ധതി പരാജയപ്പെട്ടപ്പോൾ പത്രക്കാർ ചോദിച്ച ഈ ചോദ്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒരു കുറിപ്പായി എഴുതുക. രണ്ടാമത്തെ ചോദ്യം, അഗ്നിച്ചിറകുകൾ എന്ന APJ അബ്ദുൽ കലാമിൻ്റെ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ നമുക്കറിയാം അത് ആത്മകഥയാണ്. അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ആത്മകഥ. അതേപോലെ തന്നെ വേറൊരു ചോദ്യമാണ്, പരിശ്രമം ചെയ്യുകലെന്തിനേയും എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? അത് ഏതാണ്? വിടരേണ്ട മൊട്ടുകൾ എന്ന കൃതിയിൽ നിന്നാണ് ആ പാഠഭാഗം എടുത്തിരിക്കുന്നത്. ഏതാണ്? വിടരേണ്ട പൂമൊട്ടുകൾ. ഓക്കെ, ആ കൃതിയിൽ നിന്നാണ് ഈ ഒരു പാഠഭാഗം എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം, ആൻസർ നോക്കാം. പദ്ധതിയുടെ ഡയറക്ടർ ആയിരുന്നെങ്കിലും എല്ലാവരുടെയും ഉപദേശപ്രകാരം മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. കാരണം അബ്ദുൽ കലാം മനഃപൂർവ്വമല്ല ഇത് ചെയ്തത്. ഉപഗ്രഹ വിക്ഷേപണത്തെക്കുറിച്ച് അറിവുള്ള മറ്റു ശാസ്ത്രജ്ഞന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഉപഗ്രഹ വിക്ഷേപണം തുടങ്ങരുതെന്ന കമ്പ്യൂട്ടറിൻ്റെ മുന്നറിയിപ്പിനെ അദ്ദേഹം മറികടന്നത് പോലും വിദഗ്ധരോട് ചോദിച്ചതിന് ശേഷമായിരുന്നു. ഇനി നമുക്ക് പടയണിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കാം. കഴിഞ്ഞ പാദവർഷ ക്വാർട്ടർലി എക്സാമുമായി ബന്ധപ്പെട്ടാണ്, എന്നാലും നമുക്ക് ചിലപ്പോൾ ചോദ്യം പ്രതീക്ഷിക്കാം. പടയണി കലാകാരനുമായി അഭിമുഖം നടത്തുന്നതിന് ആവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. പടയണി അവതരിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ എത്ര ദിവസം മുതൽ ആരംഭിക്കണം? ഒന്നാമത്തെ ചോദ്യം അതാണ്. പടയണി കോലം കെട്ടണമെങ്കിൽ എന്തെല്ലാം വ്രതാനുഷ്ഠാനങ്ങൾ വേണം? പാളയിൽ രൂപങ്ങൾ വരയ്ക്കുന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഓരോ വർഷം കഴിയും തോറും ഈ കലാരൂപത്തിന് പ്രസക്തി കുറഞ്ഞു വരുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടോ? പടയണി പോലെയുള്ള നാടൻ കലകൾക്ക് ഇന്നത്തെ സമൂഹത്തിലുള്ള പ്രസക്തി എന്താണ്? അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? പടയണി അവതരിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ എത്ര ദിവസം മുതൽ ആരംഭിക്കണം? പടയണിക്കോലം കെട്ടണമെങ്കിൽ എന്തെല്ലാം വ്രതാനുഷ്ഠാനങ്ങൾ വേണം? പാളയിൽ രൂപങ്ങൾ വരയ്ക്കുന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
ഓരോ വർഷം കഴിയുന്തോറും ഈ കലാരൂപത്തിന് പ്രസക്തി കുറഞ്ഞു വരുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടോ? വിടരേണ്ട മുട്ടുകൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി അടുത്തൊരു സംഭാഷണമാണ്. ഹാംലിനിലെ കുഴലൂത്തുകാരൻ എന്ന കഥയിലെ കുഴലൂത്തുകാരൻ ഹാംലിൻ പട്ടണത്തിലെ കുട്ടികളെയും കൊണ്ട് അപ്രത്യക്ഷമായത് നിങ്ങൾ കണ്ടുവല്ലോ. കുഴലൂത്തുകാരനോടും കുട്ടികളോടും ഒപ്പമെത്താൻ കഴിയാതെ പോയ മുടന്തനായ ഒരു കുട്ടി മാത്രമാണ് അവിടെ അവശേഷിച്ചത്. കുന്നിൻ ചെരുവിൽ ഒറ്റക്കായി പോയ കുട്ടി പിന്നീട് കുഴലൂത്തുകാരനെ കണ്ടുമുട്ടി. പറഞ്ഞുറപ്പിച്ച പണം കിട്ടാത്തത് കൊണ്ട് തൻ്റെ മുഴുവൻ കൂട്ടുകാരെയും കൊണ്ടുപോയ കുഴലൂത്തുകാരനോട് കുട്ടി നടത്താനിടയുള്ള സംഭാഷണം എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ഹാംലിൻ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് മേയർ വാഗ്ദാനം ചെയ്തത് എന്താണ്? 50 പൊൻപണം, 1000 പൊൻപണം, ബഹുമതി ചിഹ്നം. അപ്പോൾ എന്താണ്? 1000 പൊൻപണമാണ്. കുട്ടി സംഭാഷണം നമുക്ക് എഴുതി നോക്കാം. കുട്ടി, ഹേ കുഴലത്തുകാരാ, നീ ആരാണ്? അപ്പോൾ കുട്ടി പറയും, ഞാൻ ഹാംലിൻ പട്ടണത്തിൽ നിന്നാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂട്ടുകാരെ കൊണ്ടുപോയത്? കുഴലത്തുകാരൻ, നിങ്ങളുടെ മേയർ എന്നെ ചതിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ കുട്ടി പറയാണ്, അതിന് എൻ്റെ കൂട്ടുകാരെ എന്ത് തെറ്റ് ചെയ്തു? എനിക്ക് കൂട്ടിന് ആരുമില്ല. എൻ്റെ കൂട്ടുകാരെയൊക്കെ താങ്കൾ പിടിച്ചുകൊണ്ട് പോയില്ലേ? അവരുടെ മാതാപിതാക്കൾ എന്നും കരച്ചിലാണ്. കുഴലത്തുകാരൻ, ശരിയാണ്, അത് എനിക്കറിയാം. പക്ഷേ നാടിൻ്റെ അധികാരിയായിട്ടും മേയർ എന്നോട് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാൻ അതിന് അത്രയെങ്കിലും ശിക്ഷ കൊടുക്കേണ്ടതല്ലേ? മേയർക്ക് തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ കുട്ടികളെ ഞാൻ തിരികെ കൊണ്ടുവരും. കുട്ടിയപ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരെവിടെയാണ്? കുഴലത്തുകാരൻ, അവർ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ്. അവരവിടെ വളരെയധികം സന്തോഷത്തിലാണ്. മടങ്ങി വരുമ്പോൾ ആ കഥകൾ അവർ നേരിട്ട് നിന്നോട് പറയും. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുവാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.